ഈ ഇരുതല മൂരി എന്ന് പറയുന്ന പാമ്പ്, അതുപോലെ ഈ വെള്ളിമൂങ്ങ എന്ന് പറയുന്ന മൂങ്ങ, ഇതൊക്കെ ഭയങ്കര മാർക്കറ്റിൽ നല്ല ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്ത് സംഭവം? ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടത്തിന്. കാരണം അതിന് നമ്മൾ ചെയ്യേണ്ടത് ഈ വനംവകുപ്പ് പിടിക്കുന്ന ഇരുതല പാമ്പുകളൊക്കെ പിടിച്ച ഒരിക്കലും വാർത്ത കൊടുക്കാതിരിക്കുക. കാരണം അവർ തന്നെയാണ് വാർത്ത കൊടുക്കുന്നതിന് 1 കോടി രൂപ വില. കഴിഞ്ഞ ആഴ്ച 5 പിടിച്ച പാമ്പിന് 1 കോടി രൂപ വിലയുണ്ടെന്ന്. ഈ വെള്ളിമൂങ്ങയുടെ ഞാൻ കണ്ടിട്ടുണ്ട്, 10-40 വെള്ളിമൂങ്ങ കുഞ്ഞുങ്ങൾ അങ്ങനെ നിർത്തി വെച്ചിട്ട് 6 കോടി രൂപയുടെ സാധനം. ഒരു സാധനം എല്ലാം ചത്തു. അതുപോലെ ഈ നക്ഷത്രാമ, ഇതിനൊന്നും ഒരു വിലയില്ല. എന്തിനാണ് ശുദ്ധ മണ്ടത്തിലാണ്. ഇതിന് വിലയില്ല. ഇത് വിലയില്ലാത്ത ആഫ്രിക്കയിലൊക്കെ ഈ ദുബായിലൊക്കെ എന്തോ പൂജയ്ക്ക് ആഭിചാരക്രിയക്കൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ ഇവിടെ നിന്ന് ഒരു ഫ്ലൈറ്റിൽ ഒരു മൂങ്ങയോ ഒരു ആമയോ അല്ലെങ്കിൽ ഒരു വിരുതല പാമ്പിനെ കൊണ്ടുപോകാൻ പറ്റുകയില്ല. കാൻട്രി പിടിക്കും. അല്ലെങ്കിൽ ബോട്ട് ഇപ്പൊ ഷിപ്പിൽ കൊണ്ടുപോകും. ഷിപ്പിൽ അവിടെ എത്തുമ്പോൾ 1 മാസം 1.5 മാസം എടുക്കും. അവിടെ ചെല്ലുമ്പോൾ ചത്ത് മണ്ണടിക്കും. ഇപ്പൊ ഞാൻ ചോദിച്ചു 1 കോടി രൂപ കൊടുത്ത ഒരാളൊരു ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു 10 കോടി രൂപ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. ആ 10 കോടി രൂപ നിങ്ങൾക്ക് ഒരു 2-3 കോടി രൂപ കൂടെ വർദ്ധിപ്പിക്കാൻ, അല്ലെങ്കിൽ 5 കോടി കൂടെ വർദ്ധിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഇന്ത്യയിൽ വന്ന് ഒരു ഇരുതല പാമ്പിന് 1 കോടി 2 കോടി വാങ്ങി കൊണ്ടുപോയി ഇത് പൂജ ചെയ്യുന്നതിനേക്കാളും നല്ലത് അത് പലിശ കൊടുത്താൽ പോലെ. ശുദ്ധ മണ്ടത്തിലാണ്. നിങ്ങളുടെ കാര്യം നിങ്ങൾ ചാനലിൽ കൂടെ നിങ്ങളുടെ ഈ മീഡിയ കാണുന്നവരെങ്കിലും കാണുന്ന സാധാരണക്കാരെങ്കിലും ഒന്ന് ഓർക്കുക. ഇരുതലപ്പാമ്പ് വിലയില്ലാത്തൊരു സാധനമാണ്. വെള്ളിമൂങ്ങ വിലയില്ലാത്തൊരു സാധനമാണ്. നക്ഷത്രാമ വിലയില്ലാത്തൊരു സാധനമാണ്. ഇതെല്ലാം ശുദ്ധ മണ്ടത്തിലാണ്. ഇതിന്റെ പിറകെ പോകുന്നതെല്ലാം വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരാണ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച പിടികൂടിയുന്ന വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരനാണ്. ഒരു കാരണവശാലും ഇതിന്റെ പിറകെ സഞ്ചരിക്കരുത്. സഞ്ചരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കേസിൽ പെടും. ഇരുതലപ്പാമ്പിന് വിലയില്ലാന്നും വെള്ളിമൂങ്ങയ്ക്ക് വിലയില്ലാന്നും നക്ഷത്രാമയ്ക്ക് വിലയില്ലാന്നും. വിലയുണ്ട്. കേസിൽ പെടുമ്പോൾ അഡ്വക്കേറ്റിന് പൈസ കൊടുക്കേണ്ടി വരും എന്നുള്ളത് മാത്രം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഇതിൽ യാതൊരു ബന്ധമില്ല നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. പക്ഷെ ഒരു കാലത്ത് ട്രെൻഡ് ആയിരുന്നു. അതായത് വെള്ളിമൂങ്ങ ഇരുതല മൂരി തമിഴ്നാട്ടിൽ പോയാൽ കിട്ടും, രാമനാഥത്ത് പോയാൽ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വാർത്തയായിരുന്നു. ഇപ്പൊ അത് കുറഞ്ഞിട്ടുണ്ട്. ചേട്ടന്റെ ഒരു അവയർനെസ്സിലൂടെ കുറച്ച് മാറ്റിയെടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും അത് അന്ധമായ വിശ്വാസത്തിൽ അത് വാങ്ങാൻ വേണ്ടി നടക്കുന്നവരുണ്ടെന്നോ? അതെ, അപൂർവം വരെയുള്ളൂ. അത് മാറും.